ഇതിനകത്ത് ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുണ്ട്. എവിടെയാ? അല്ല ഇത് കണ്ടിട്ട് എന്നാ തോന്നുന്നു അമ്മയ്ക്ക്? കല്ലുണ്ടോ? ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാട്ടർഫാൾ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിന് നമ്മൾ തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. ആ തെർമോക്കോൾ വെച്ച് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടോ. വേണ്ടി മാത്രം ഞാനിത് ഈ ഒരു ഗ്യാപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ ഇത്രയും ഗ്യാപ്പാണ് നമുക്ക് വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് വരുന്നത്. വെള്ളം വന്ന് വീഴുന്നൊരു ഗ്യാപ്പ് ഇതാണ്. അപ്പം ഇത് ഞാൻ കൊണ്ട് വെക്കാൻ വേണ്ടി ഇവിടെ വേറെ ഒരു പീസ് കണ്ടില്ല. ഞാൻ അവിടെ വെക്കുന്നിടത്ത് ഇവിടെ ഒരു ബേസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് വെക്കാറ്. നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ വേണേൽ ഇതിൻ്റെ അടിയിൽ വേണേൽ വലിയ ബേസും വെക്കാം. ഞാനിപ്പം ഇതൊന്ന് ഫിക്സ് ആക്കാൻ വേണ്ടി ജസ്റ്റ് മുട്ടുനൂല് അടിച്ചു കൊടുക്കാം. ഇതിന് ബേസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ എല്ലാം മുട്ടുസൂചി അടിച്ച് എന്നിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ വെക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഉറച്ചോളും. നിങ്ങൾക്ക് വെക്കുമ്പോൾ വേണം ഒറ്റ പീസായിട്ടുള്ള ഒരു ബേസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എനിക്ക് അത്രയും കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനൊരു സംഭവം സെറ്റ് ചെയ്തത്. ഇനി നമുക്ക് തുണി പ്ലാസ്റ്റർ ഓഫ് പാരീസ് മുക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യണം. ഞാനിപ്പം ഗ്ലൗസ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തുണി മുക്കുകയാണ്. അപ്പം ഇത് നമ്മൾ ഒത്തിരി കട്ടിക്കൊന്നും നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിച്ചിട്ടില്ല. ഒരു കുറച്ചേ ഉള്ളൂ ലൂസാക്കി. കാരണം നമുക്കിത് തേക്കാൻ പിന്നെ അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേച്ച് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഇപ്പോൾ ഒന്ന് മുക്കിയെടുത്ത് നമ്മളത് വെച്ചു. ഈ തുണി വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മൾ വെക്കുകയാണ്. പിന്നെ നമുക്ക് ഈ തുണിക്കകത്ത് നമ്മൾ ഇച്ചിരി തള്ളി നിൽക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പേപ്പറൊക്കെ ചുരുട്ടി വെക്കണം. ഇതിപ്പം ഞാൻ ആദ്യമൊക്കെ ചെയ്യുന്നൊരു വീഡിയോ എടുത്തായിരുന്നു ഈ കല്ലുകളൊക്കെ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമ്മൾ ഈ ഒരു കല്ലുകൾ വെച്ചേക്കുന്നത് അതായത് വെള്ളച്ചാട്ടത്തിൻ്റെ പാറക്കൂട്ടങ്ങളുണ്ടല്ലോ. അപ്പം ആ ഒരു ഇതിലാണ് മേളിലും താഴെയും ഞാൻ ചെറിയ കല്ലുകൾ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഗ്യാപ്പ് എന്ന് പറയാം, ആ രണ്ട് ഗ്യാപ്പിൽ കൂടെയാണ് വെള്ളച്ചാട്ടം താഴോട്ട് ഒഴുകുന്ന രീതിയിലാണ് ആ രണ്ട് ഓപ്പണിങ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ കല്ലുകളെല്ലാം നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസും ഇച്ചിരി കട്ടിക്ക് മിക്സ് ചെയ്തിട്ട് നനച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഫുള്ള് നാളെ ആകുമ്പോഴത്തേക്ക് ഉണങ്ങി ഇരിക്കാതെ കഴിയുമ്പോൾ നമുക്ക് നാളെ പെയിൻറ്റ് അടിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ കല്ലുകളും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഫുള്ളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം, തേച്ച് കൊടുക്കണം. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഈ തുണിയിൽ നമ്മൾ ശരിക്കും നന്നായിട്ട് തേക്കണം. ഈ ഇവിടെയൊക്കെ തള്ളി നിൽക്കുന്നത് അതൊക്കെ പേപ്പർ ചുരുട്ടിയിട്ട് ഞാനൊരു പാറയുടെ ആ ഒരു സെറ്റപ്പിൽ വെച്ചേക്കുന്നതാണ്. ഇവിടെ ഞാൻ വട്ടത്തിൽ ഇങ്ങനെ കല്ലുകൾ വെച്ചിട്ട് ഇവിടെ മാത്രം ഒരു ഓപ്പണിങ് കൊടുത്തേക്കുന്നത്. അപ്പം അതായത് നമ്മൾ വെള്ളച്ചാട്ടം കണ്ടില്ല, ആ ഒരു എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാനങ്ങ് ചെയ്തതാണ്. ആ ഒരു ഗ്യാപ്പിൽ ഫുള്ള് ഓപ്പണിങ് ഇട്ടിട്ട് ബാക്കി എല്ലായിടത്തും കല്ലുകൾ വെക്കും. അപ്പോൾ ഇത് മൊത്തം നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് ഫുള്ള് പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആ തുണിയിലെല്ലാം തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെയൊക്കെ നമ്മൾ ഒരു കല്ലുകൾ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അപ്പം അതായത് അവിടെ എല്ലാം ഒരു പാറയുടെ ഒരു ഇതിലാണ് ഞാൻ അവിടെയൊക്കെ വെച്ചേക്കുന്നത്. അപ്പം ഈ തുണിയെല്ലാം ഞാൻ ഒരു ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഒരു പാറയുടെ ഒരു ഷേപ്പുകൾ കിട്ടാൻ വേണ്ടി ആ രീതിയിൽ വെച്ചേക്കുന്നത്. മുകളിൽ ഒരു കല്ലിങ്ങനെ താഴോട്ട് വീഴുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അതും പ്ലാസ്റ്റർ ഓഫ് പാരീസ് തന്നെ വെച്ചിട്ട് അങ്ങ് വെച്ച് ഞാൻ ഒട്ടിയിരുന്നുള്ളൂ. അപ്പം എല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മുക്കി വെക്കുകയാണ്. ഇപ്പം തുണിയിലെല്ലാം നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ശരിക്കും നന്നായിട്ട് ഇനി തേച്ച് പിടിപ്പിക്കണം. നമ്മൾ മുമ്പേ വെച്ചതിൽ അത്ര ഒരു ജസ്റ്റ് അങ്ങ് വെച്ചതേ ഉള്ളൂ, അത് അത്ര ഉണങ്ങി ആയിട്ടില്ല. അപ്പം ശരിക്ക് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ബാക്കി ഇതാ ഒരു ദിവസം ഉണങ്ങാൻ പറ്റും കേട്ടോ. നാളെ എന്തെങ്കിലും ഇതിൻ്റെ ബാക്കി പരിപാടി ചെയ്യുന്നത്. ഇതിനകത്ത് ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുണ്ട്. എവിടെയാ? അല്ല ഇത് കണ്ടിട്ട് എന്നാ തോന്നുന്നു അമ്മയ്ക്ക്? കല്ലുണ്ടോ? നമ്മൾ പിറ്റേ ദിവസം രാവിലെ വന്നപ്പോഴത്തേക്കും എല്ലാം നന്നായിട്ട് അത്യാവശ്യം നല്ലപോലെ ഉണങ്ങി ഇരിപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറുത്ത പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഫാബ്രിക് പെയിൻറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കത് ചെറിയ രീതിയിൽ നമുക്കിവിടെ എല്ലാം പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൽ നമുക്ക് ഈ പെയിൻറ്റ് അടിക്കുമ്പോൾ കറുപ്പിന് കൂടെ യെല്ലോയും ഒക്കെ റെഡൊക്കെ മിക്സ് ചെയ്ത് അടിക്കുകയാണെങ്കിൽ ഒരു
വേറൊരു ഷെയ്ഡ് രീതിയിൽ കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നാണ് പുൽക്കോട് വെക്കേണ്ട ദിവസം, അതായത് ക്രിസ്മസ് നാളെയാണ്. അപ്പോൾ ഇന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് പുൽക്കോടിന് വേണ്ടിയാണ് ഞാൻ ഈ വെള്ളച്ചാട്ടം ഉണ്ടാക്കുന്നത് തന്നെ. അപ്പം അതുകൊണ്ട് ഞാനിത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുവാണ്. അല്ലെങ്കിൽ നമുക്കൊരു കുറച്ച് സമയം എടുത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് വന്നേനെ. അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. അപ്പം നമ്മൾ ഇതെല്ലാം ഈ കല്ലുകൾക്കെല്ലാം നമ്മൾ കറുത്ത പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പം കല്ലിനും നമുക്ക് അതായത് പാറയായിട്ടുള്ള ഇവിടെ എല്ലാം നമുക്ക് ഈ കറുത്ത പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്തേക്കുന്നത് ഞാൻ. അത് ഇച്ചിരി ഗ്ലോസിയാണ്. പിന്നെ ഞാനത് നോക്കിയിട്ട് എൻ്റെ പെട്ടെന്ന് തീരുകയും ചെയ്തു. എനിക്ക് ഭയങ്കര സമയം പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സ്പ്രേ പെയിൻറ്റ് മേടിച്ചു. സ്പ്രേ പെയിൻറ്റ് അടിക്കുക കേട്ടോ. ഇതാണെങ്കിൽ പെട്ടെന്ന് തീരുകയും ചെയ്യില്ല എന്ന് വെച്ചിട്ടുണ്ടാണ്. ഇതാണ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മറ്റേ പോലെ മിക്സ് ചെയ്ത് അടിക്കാൻ പറ്റത്തില്ല. മറ്റേ നമുക്കല്ലാതെ പെയിൻ്റായിട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു നാച്ചുറൽ ഫീൽ വരുമായിരുന്നു. അപ്പം ഞാനിത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സ്പ്രേ പെയിൻ്റ് എടുത്ത് ഫുള്ളങ്ങ് അടിച്ചു. അപ്പം ഇതിപ്പം പെയിൻ്റ് അടിക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ പക്ഷേ മാറ്റ് ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് അടിച്ചേക്കുന്നത്. കാരണം ഈ സമയം കൂടി ഇല്ല, പിന്നെ പെയിൻറ്റും തീർന്നു പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ സ്പ്രേ പെയിൻ്റ് അങ്ങ് അടിച്ചു വിട്ടു. ഇപ്പം ഗ്രേയും ഒരു ചെറിയ ഷെയ്ഡ് പോലെ ഒരു വന്നിട്ടുണ്ട് അവിടെ, ഒരു പാറയുടെ ഒരു ഇത് മാറ്റ് ബ്ലാക്ക് മേടിച്ചുകൊണ്ട്. ഇതാണെങ്കിൽ ഗ്ലോസി ആയതുകൊണ്ടൊരു ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ എന്നാലും നമുക്കൊരു വാട്ടർഫാൾ കൊടുക്കുമ്പോഴത്തേക്കും അത്ര അറിയത്തില്ല. പിന്നെ നിങ്ങൾ അടിക്കുമ്പോൾ പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ യെല്ലോയും റെഡോടെ മിക്സ് ചെയ്ത് അടിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ ഒരു ഫെവിക്കോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ചെറിയ കുറച്ച് മണൽ ഇട്ടെടുക്കുക. നമ്മൾ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. 4 കമ്പി വേണം. വെള്ളച്ചാട്ടത്തിന് 2 കമ്പി ഇവിടെ, 2 കമ്പി അവിടെ. നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കാം. നമ്മൾ വെള്ളച്ചാട്ടത്തിന് ഉപയോഗിക്കുന്ന തെർമൽ പഞ്ഞിയാണ് ഈ തലയണയ്ക്കകത്തൊക്കെ കിട്ടിയത്. ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ് നമ്മളിവിടെ ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. അത് ഗ്ലൂ ഗൺ വെച്ച് തന്നെ ഒട്ടിക്കുന്നത്. നമുക്കിത് കൂടെ കുറച്ച് പായൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പഞ്ഞി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഞ്ഞി സെറ്റ് ചെയ്ത് വാട്ടർഫാൾ വെള്ളം വന്ന് വീഴുന്ന രീതിയിലാണ് ഈ ഒരു പഞ്ഞി സെറ്റ് ചെയ്യുമ്പം നമുക്ക് കാണുന്നത്. പിന്നെ ഇവിടെ താഴെ ഇച്ചിരി പതഞ്ഞ് വരുന്ന രീതിയിൽ ആകാൻ വേണ്ടി ഞാൻ കുറച്ച് കൂടുതൽ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 വാട്ടർഫാളാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് പായലൊക്കെ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു നാച്ചുറലൊരു ഇത് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് റെസിൻ ഒഴിക്കണം ഇവിടെ. അപ്പോൾ റെസിൻ ഒഴിച്ചിട്ട് നമുക്കൊരു നാളെ അതിൻ്റെ ഫൈനൽ ഔട്ട് എങ്ങനെയാണെന്ന് നാളെ അറിയാൻ പറ്റും. ഇനി ഇവിടെ റെസിൻ ഒഴിക്കാൻ കൂടെ ഉള്ളൂ നമുക്ക് പരിപാടി. ബാക്കിയെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. 200 ഗ്രാം റെസിനും 100 ഗ്രാം ഹാർഡനറും ഇതാണ് മിക്സ് ചെയ്യുന്നത്. ഓരോ ബ്രാൻഡിനും ഓരോ രീതിയിലാണ്.
ഇത് 2:1 ആണ്. അപ്പം ഈ രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കാം. ഇപ്പം നമുക്ക് അളവ് പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ചെറിയ പാത്രം എടുത്തിട്ട് അതിനകത്താണ് ഇപ്പോൾ റെസിന് 200 ഗ്രാം 100 ഗ്രാം ഹാർഡ്നറുമാണ് വരുന്നത്. അപ്പം നമുക്ക് കുറച്ച്, അതായത് 2:1 എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് നമ്മുടെ കണ്ണിൻ്റെ അളവ് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം റെസിന് കൂടുതലും ഹാർഡ്നർ കുറച്ച്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഗ്ലൗസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നില്ല. ചെറിയ നൈസായിട്ട് ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ മണലെല്ലാം നല്ലപോലെ ഒട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്ത് മണൽ ഒട്ടിച്ചുകൊണ്ട് റെസിൻ ഒഴിക്കുമ്പോൾ നമുക്ക് എല്ലാം കുഴഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ എല്ലാം മണലെല്ലാം ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ റെസിൻ എല്ലാം നല്ലപോലെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ റെസിൻ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ഇത് നാളെ ഉണങ്ങുമ്പോൾ നല്ല വെള്ളം പോലെ തന്നെ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. നമ്മൾ ഇതേ വഴി കുറച്ച് ഒഴിക്കുന്നുണ്ട്. അതായത് വെള്ളത്തിൽ വീണ പോലെ എന്നറിയാൻ വേണ്ടി നമുക്ക് ഇതിലൂടെ നമ്മൾ ഒഴിച്ചു വിടുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം നമ്മളൊരു ഈസായിട്ട് ഒഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഈ റെസിൻ ഉണങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് കുറച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നാളെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.